ഹലോ എല്ലാവരും, എൻ്റെ പേര് ഡോക്ടർ സോഫിയാണ്. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ഫാസ്റ്റിംഗ്, അതായത് ഉപവാസം. ഉപവാസം എന്ന് പറഞ്ഞാൽ കുറേ ആൾക്കാർക്ക് അറിയാം, എല്ലാ മതത്തിലും ഉപവാസത്തിന് വലിയ പ്രാധാന്യമുണ്ട് അല്ലേ. അത് ശരിക്കും നമ്മുടെ ഹെൽത്തിന് വേണ്ടിയിട്ട് അത്രയും അത്യാവശ്യമാണ്. ചിലർ വെള്ളം മാത്രം കുടിച്ചിട്ട്, അതായത് വാട്ടർ തെറപ്പി എന്ന് പറയും, വെള്ളം മാത്രം കുടിച്ചിട്ട് ഉപവസിക്കുന്ന ആൾക്കാരുണ്ട്. ചിലർ ഫ്രൂട്ട്സ്, അതായത് പഴവർഗ്ഗങ്ങൾ, ചിലർ അരി ഭക്ഷണം മാത്രം ഒഴിവാക്കിയിട്ട് അങ്ങനെയൊക്കെ ഉണ്ട് അല്ലേ. സോ എന്തിനാണ് നമുക്ക് ഈ ഫാസ്റ്റിംഗ് വേണം, ഉപവാസം എന്തിനു വേണമെന്ന് നമുക്ക് നോക്കാം. അതായത് നമ്മുടെ ബോഡി എപ്പോഴും ഒരു മെഷീനാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു മുമ്പത്തെ ചില വീഡിയോസിലൊക്കെ. അപ്പോൾ ഈ ഒരു വർക്കിംഗ് മോഡലിലുള്ള ഒരു മെഷീനിനെ എന്തെങ്കിലും റിപ്പയറിങ് വർക്ക് നടത്തണമെങ്കിൽ ഒരു റെസ്റ്റ് പീരീഡ് ആവശ്യമാണ് അല്ലേ. ഇപ്പോൾ നമ്മൾ ഫാന് തിരിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതിൽ റിപ്പയറിങ് വർക്ക് നടത്താൻ പറ്റില്ല. നമ്മളെന്തായാലും ഫാൻ ഓഫ് ചെയ്തിട്ടേ അതിൻ്റെ റിപ്പയറിങ് വർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതിനെ ശരിയാക്കാൻ പറ്റുള്ളൂ, വയറിൻ്റെയോ എന്തെങ്കിലും ആവട്ടെ. സോ അതേപോലെ നമ്മുടെ ബോഡിയിലും നമ്മുടെ എന്തെങ്കിലും ഒരു ബോഡിയിലത്തെ ഫങ്ഷൻസ് ശരിയാവുന്നില്ലെങ്കിൽ, എന്തെങ്കിലും ടോക്സിൻസോ എന്തെങ്കിലും ക്ലെൻസിങ് ആവശ്യമുണ്ടെങ്കിൽ ഫാസ്റ്റിംഗ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ്, നാച്ചുറലായിട്ടുള്ള നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ബോഡിയിലൊരു ഊർജം നമുക്കറിയാം 60% സോളാറും വാട്ടറും പിന്നെ എയറിനാണ് കിട്ടുന്നത്. 40% ഫുഡ് കിട്ടുന്നത്, ആഹാരത്തിൽ നിന്ന് കിട്ടുന്നത്. പക്ഷേ നമ്മൾ ഈ ഫുഡ്, നമ്മൾ ആഹാരം കോൺഷ്യസ്ലി നമ്മൾ അറിഞ്ഞുകൊണ്ടൊന്നും കഴിക്കുന്നില്ല. അറിയാതെ എന്തൊക്കെയോ വയറ് നിറയ്ക്കാനും ടേസ്റ്റിനും വേണ്ടിയിട്ട് കഴിക്കുകയാണ്. പക്ഷെ അറിഞ്ഞുകൊണ്ട് എന്തിനു കഴിക്കണം, ഏതാ കഴിക്കണ്ടേ, എപ്പം കഴിക്കണം എന്നൊക്കെ അറിവ് ഉണ്ടെങ്കിൽ നമ്മുടെ അസുഖങ്ങൾ കുറേ എനിക്ക് തോന്നുന്നു ഒരു 90% അസുഖങ്ങളും വരാതിരിക്കും അല്ലേ. സോ ഈ ഫാസ്റ്റിങ്ങിൻ്റെ പ്രത്യേകത എന്തെന്ന് പറഞ്ഞാൽ, നമ്മുടെ ബോഡി എപ്പോഴും ഞാൻ മെഷീൻ എന്ന് പറഞ്ഞു, ഇപ്പോൾ കാർ നമ്മൾ സർവീസിന് കൊടുക്കുന്നു അല്ലേ. നമ്മൾ എന്ത് ഓടിച്ചിട്ടും എത്ര ക്ലീൻ ചെയ്തെങ്കിലും നമ്മൾ കാറ് സർവീസിന് കൊടുക്കും. ഇപ്പോൾ എഞ്ചിന് ചിലപ്പോൾ എന്തെങ്കിലും മാറ്റണമെങ്കിലോ എന്തെങ്കിലും ഒരു ചെറിയൊരു കണ്ടീഷൻ മാറ്റണമെങ്കിൽ നമ്മൾ സർവീസിന് കൊടുക്കും. അതേപോലെ ഫാസ്റ്റിങ്ങിൽ നമ്മൾ ഭക്ഷണം കൊടുക്കുന്നില്ല. നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റമിൽ 4 തരം ഒരു ഡൈജസ്റ്റീവ് പ്രോസസ്സ് ഉണ്ട്. ഒന്ന് ഇൻജഷൻ, അതായത് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്. നെക്സ്റ്റ് ഡൈജഷൻ, അത് ആഹാരം ഡൈജസ്റ്റ് ആവുന്നതും. പിന്നെ അസിമിലേഷൻ എന്ന് പറയും, അതായത് ഇൻറ്റസ്റ്റൈനിൽ ചെറിയ കുടലിൽ അസിമിലേഷൻ, ഓരോ വിറ്റമിൻസോ മിനറൽസോ കാർബോഹൈഡ്രേറ്റ്സ് എന്തോ ആവട്ടെ അതിനെ ബ്ലഡിലോട്ട് എടുക്കുന്ന ഒരു പ്രക്രിയയാണ് അസിമിലേഷൻ എന്ന് പറയും. നെക്സ്റ്റ് എക്സ്ക്രീഷൻ, അതായത് വേസ്റ്റ് എല്ലാം പോകുന്നതാണ്, എക്സ്ക്രീറ്റ് ആവുന്നതാണ്. സോ ഈ അസിമിലേഷനിൽ വളരെ ഒരു പ്രാധാന്യമുണ്ട്. അതായത് ഇൻറ്റസ്റ്റൈൻ സെക്കൻഡ് ബ്രെയിൻ എന്നാണ് പറയുക നമ്മുടെ ബോഡിയിലത്തെ. സോ എന്തൊക്കെ ആവശ്യമുണ്ടോ അത് മാത്രം എടുത്തിട്ട് വേണ്ടാത്ത എക്സ്ക്രീറ്റ് ചെയ്യുന്ന ഒരു വലിയൊരു ജോലിയാണ് ഇൻറ്റസ്റ്റൈനിൻ്റെ. സോ ആ ഇൻറ്റസ്റ്റൈനിൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വിറ്റമിൻസും മിനറൽസും കറക്റ്റായിട്ട് അബ്സോർബ് ചെയ്യണമെങ്കിൽ ആ അസിമിലേഷൻ പ്രോസസ്സ്, ആ സെൽസ് അത്രയും നല്ലോണം വർക്കിംഗ് മോഡലിൽ ഉണ്ടാവണം. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഫാസ്റ്റിംഗ് ചെയ്യുമ്പം ഇൻറ്റസ്റ്റൈന് മാത്രമല്ല, ലിവർ, ഹാർട്ട്, ബ്രെയിന് എല്ലാം, റെസ്പിറേറ്ററി അവിടെയും നമുക്കൊരു റെസ്റ്റ് പീരീഡ് കിട്ടും. അതായത് എന്തൊക്കെ ടോക്സിൻസ് ഉണ്ടോ അതിനൊക്കെ എടുത്തു കളയാനും ക്ലെൻസ് ചെയ്യാനുള്ള ടൈം നമ്മുടെ ബോഡിക്ക് കിട്ടും. അതായത് നമ്മളിപ്പം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണത്തിൽ ആ ഡൈജസ്റ്റ് ആയി കഴിഞ്ഞിട്ട് പിന്നെയും അതിന് മേലെ ഇടുകയാണെങ്കിൽ നമ്മുടെ ബോഡി ഇപ്പോൾ ഇട്ട ഭക്ഷണത്തിന് മാത്രം നോക്കിക്കൊണ്ടിരിക്കും, പഴയ തന്നെ അവിടെ തന്നെ നിർത്തും. ഓക്കെ, ആ ജോലി നിർത്തും. സോ അതുകൊണ്ട് ടോക്സിൻസ് കൂടുതലും ആക്ട് ആയിക്കൊണ്ടിരിക്കും. പക്ഷേ എപ്പോഴും ആയുർവേദത്തിൽ തന്നെ പറഞ്ഞിരിക്കുകയാണ്, ജ്വരത്തിൽ ഉപവാസമാണ് ഫസ്റ്റ് ലൈൻ ഓഫ് ട്രീറ്റ്മെൻറ്റ്. ജ്വരം, അതായത് ഫീവർ ഉണ്ടെങ്കിൽ ഫസ്റ്റ് ലൈൻ ഓഫ് ട്രീറ്റ്മെൻറ്റ് ഉപവാസം എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ കൂടുതലും അസുഖങ്ങൾ അഗ്നിമാന്ദ്യം മൂലമാണ്, അതായത് ഡൈജസ്റ്റീവ് ഫയർ കുറവ് മൂലം ഉണ്ടാകുന്ന കുറേ അസുഖങ്ങളുണ്ട്. അതുകൊണ്ട് ഉപവാസത്തിന് വലിയ പ്രാധാന്യം ആയുർവേദം കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് അറിയാം, ഈ ഒരു ഫാസ്റ്റിങ്ങിൽ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ശരിക്കും ആവശ്യമാണ്. നമ്മൾ വിചാരിക്കുക എനിക്ക് സമയമില്ലല്ലോ എങ്ങനെ എടുക്കുക എന്നൊക്കെ. ഒരു 16 hours ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ടൊരു ഇപ്പം വന്നിട്ടുണ്ട്, പുതിയതായിട്ട് ഇങ്ങനെ പറയുകയാണ്. പക്ഷേ അത് വളരെ എഫക്റ്റീവും പിന്നെ ഈ ഒബേസിറ്റിക്കൊക്കെ ഭയങ്കരമായിട്ട് തടി കൂടുന്നവർക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അത്രയും വളരെ എളുപ്പത്തിലുള്ള ഒരു ഫാസ്റ്റിംഗ് ആണ്. അത് ഞാൻ പറയാം. 16 hours ഫാസ്റ്റിംഗ്, നമ്മൾ പേടിക്കരുത്. 16 hours എന്ന് പറഞ്ഞാൽ അയ്യോ 16 മണിക്കൂറൊന്നും കഴിക്കാതെ എങ്ങനെ ഇരിക്കുമെന്ന്. പക്ഷെ ഒന്ന് ജസ്റ്റ് ചിന്തിക്കാം. ഒരാൾ രാത്രി 8 മണിക്ക് കഴിക്കുന്നു വിചാരിക്കുക, അപ്പോൾ രാവിലെ ഒരു 8 മണിക്ക്, അപ്പോൾ തന്നെ ഒരു 12 മണിക്കൂറായില്ലേ. അത് ഫാസ്റ്റിംഗ് ആണ്. പക്ഷെ അത് കോൺഷ്യസ്ലി അല്ല, അൺകോൺഷ്യസ്ലി ആണ്. അപ്പോൾ നമ്മൾ നമ്മുടെ മനസ്സിൽ വിചാരിക്കണം ഞാൻ ഫാസ്റ്റിംഗ് ആണെന്ന്. അതന്നെ ഒന്ന് ജസ്റ്റ് ഒരു 1 വീക്ക് 7 മണിക്ക് കഴിക്കുക. 7 മണി രാത്രി കഴിച്ചിട്ട് രാവിലെ ഒരു 9 മണിക്ക് കഴിക്കുക. അപ്പം തന്നെ ഒരു 14 മണിക്കൂറായി അല്ലേ.
പിന്നെ അത് പിന്നെ ഒരു 1 വീക്ക് കഴിഞ്ഞിട്ട് നമുക്ക് അതിനേക്കാളും നേരത്തെ 6 മണി വൈകുന്നേരം കഴിച്ചിട്ട് രാവിലെ ഒരു 10 മണിയാകുമ്പോൾ കഴിക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു 16 മണിക്കൂർ ഫാസ്റ്റിംഗ്, അതായത് 12+4 ഫാസ്റ്റിംഗ് ഇൻറ്റർമിറ്റൻറ്റ്. ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ്. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രെയിന് 12 മണിക്കൂർ ഒന്ന് നോക്കും. 12 മണിക്കൂർ വരെ കുഴപ്പമില്ലാതെ ആ എനർജി ലെവലൊക്കെ കിട്ടുന്നുണ്ടാവും നമ്മളിപ്പോൾ കഴിച്ച ഭക്ഷണത്തിലൊക്കെ. പക്ഷെ 12 hours കഴിഞ്ഞിട്ട് ബ്രെയിന് സിഗ്നൽ തരും, മോനെ നിൻ്റെ എനർജിയൊക്കെ ലോസായി, ഇനി വേണ്ടി വരും, ഭക്ഷണം വേണ്ടി വരും എന്നൊക്കെ. പക്ഷെ നമ്മൾ ഭക്ഷണം കൊടുക്കുന്നില്ല. ഓക്കെ, ഭക്ഷണം കൊടുക്കാത്തപ്പോൾ എന്ത് ചെയ്യും? റിസർവ്ഡ് ഫാറ്റായിട്ട് മാറ്റിയുള്ള ഒരു എനർജീസ് ഉണ്ടാവും അല്ലേ, ലിവറിലാവട്ടെ എവിടെ വേണമെങ്കിലും ആവട്ടെ, മസലിലാവട്ടെ, എന്തെങ്കിലും ആവട്ടെ. അതിൽ ആ ഒരു ബ്രെയിന് സിഗ്നൽ കൊടുക്കും, നമ്മുടെ ബോഡിക്ക് എനർജി ആവശ്യമുണ്ട്, സ്റ്റോർഡ് എനർജി എടുക്കാമെന്ന്. ഓക്കെ, അപ്പം ആ 12 hours കഴിഞ്ഞിട്ടാണ് ആ സിഗ്നൽ വരാൻ തുടങ്ങുക. അപ്പോൾ നമ്മൾ എന്തായാലും നമ്മുടെ ബോഡി തന്നെ നമ്മുടെ എനർജീസ്, ഫാറ്റൊക്കെ എനർജി യൂസ് ചെയ്യുമ്പം ഫാറ്റ് ബേൺ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഒരു 1 month തന്നെ നല്ല വെയിറ്റ് റിഡക്ഷൻ കാണാൻ ചാൻസസ് ഉണ്ട്. സോ ഈ ഒരു ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിങ്ങിൽ ഒരു പ്ലസ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു 8 hours, അതായത് 16 hours-നേക്കാളും 8 hours നമുക്ക് എന്ത് വേണമെങ്കിലും കഴിക്കാൻ പറ്റും. നമ്മുടെ ഇഷ്ടമുള്ളത് എന്ത് വേണമെങ്കിലും കഴിക്കാം. പിന്നെ 16 hours എന്തായാലും നമ്മൾ ഫാസ്റ്റ് ചെയ്യുമല്ലോ. അപ്പം അങ്ങനെയാണ്. സോ ഇത് ഇൻഫോർമേഷൻ എന്തായാലും നല്ലൊരു ഇൻഫോർമേഷൻ എനിക്ക് തോന്നുന്നുണ്ട്. കുറേ ഉണ്ട് ഫാസ്റ്റിങ്ങിൽ, പക്ഷെ ഞാൻ ഈ ഒരു ചെറിയൊരു വീഡിയോ ക്ലിപ്പായിട്ട് ഇപ്പം നിർത്തുന്നുണ്ട്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്തായാലും എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കാം. താങ്ക് യു.